യാത്രയൊക്കെ കാണാൻ രസമാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സീറ്റിംഗ് കപ്പാസിറ്റിയിലും കൂടുതൽ ആളുകളെ നിർത്തി ഈ മലയോര പാതയിലൂടെ ഇതേപോലുള്ള KSRTC ബസ്സുകൾ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഭയമാവുന്നു. അങ്ങനെയാണ് ഈ അപകടങ്ങൾ കൂടുതലും ഉണ്ടാവുന്നത്. ഡ്രൈവർമാർ തന്നെ പറയുന്നു ഇത്രയും അധികം ആളുകളെ കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? കേട്ടാതിരിക്കാൻ പറ്റൂ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ആളുകളെയും കൂടി ഒരൊറ്റ ബസ്സിൽ കുത്തിക്കെട്ടിക്കൊണ്ട് പോകുമ്പോൾ അപകടം നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ്. അതും പൊന്മുടിയൊക്കെ 22 ഹെയർ പിൻ വളവുകളാണുള്ളത്. അപ്പം ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ കയറിയാൽ ആ വണ്ടി നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം തീർച്ചയായും യാത്രകൾ നല്ലത് തന്നെയാണ്, പക്ഷേ യാത്രകൾ സുരക്ഷിതമായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബസ്സുകളിലെ യാത്ര അതിൽ അനിയന്ത്രിതമായ തരത്തിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ അത് നിയന്ത്രിക്കുന്നതിന് അവിടെ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 22 എയർപിൻ വളവുകളുള്ള സ്ഥലമാണ് പൊന്മുടിയിലേക്ക് KSRTC പോലുള്ളൊരു പഴഞ്ചൻ വണ്ടി കയറി ചെല്ലുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ അത് വലുതാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ ചെയ്യേണ്ടത് യാത്രക്കാർ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. തിരക്കുള്ള ബസ്സുകളിലേക്ക് കയറാതിരിക്കുക, അല്ലെങ്കിൽ സർക്കാർ ഇതിൽ ഇടപെട്ട യാത്രക്കാരുടെ എണ്ണം നിജപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള ഏക പോംവഴി. ബസ്സുകളുടെ എണ്ണം കൂട്ടിയാലും അതിൽ ഇതേ തിരക്കുണ്ടാകും എന്നുള്ളതല്ലാതെ ആളുകൾ സ്വയം നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ സർക്കാർ ഇതിൽ ഇടപെടുകയോ ചെയ്യാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ്. ഇതിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ പോലീസിനോ മോട്ടോർ വാഹന വകുപ്പിനോ അല്ലെങ്കിൽ KSRTC ജീവനക്കാർക്കും ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഈ യാത്രക്കാരെ കയറ്റിയില്ലെങ്കിൽ ഇവർക്ക് തന്നെയാണ് പ്രശ്നം. കാരണം സൗജന്യ യാത്ര നൽകുന്ന ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര നിഷേധിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും. പക്ഷേ ഇതൊരു സുരക്ഷാ വെല്ലുവിളിയാണ്. ഇത്രയും ആളുകളുമായി ബസ്സുകൾ ചുരം കയറുമ്പോൾ അല്ലെങ്കിൽ ഈ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന അപകടം അതിന്റെ ഒരു സാക്ഷ്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഭാഗ്യവശാൽ മാത്രമാണ് ഇത്തരത്തിൽ നെയ്യാറ്റിൻകരയിൽ ഡിപ്പോയിൽ നിന്ന് പൊന്മുടിയിലേക്ക് യാത്ര പുറപ്പെട്ട ബസ് അത് വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായിട്ടുള്ളത്. ഈ ഇറങ്ങുന്ന സമയത്ത് ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയും പിന്നീട് KSRTC ബസ് ഡ്രൈവറുടെ മനോധൈര്യം കൊണ്ട് മാത്രം അത് തൊട്ടടുത്ത് തന്നെ കോൺക്രീറ്റ് മതിലിലേക്ക് ഇടിച്ചു നിർത്തി. എന്നിട്ടും ബസ് അവിടെ നിന്നില്ല. പിന്നീട് മുന്നോട്ട് വന്ന സമയത്ത് ബസ്സിന്റെ അടിയിലേക്ക് അവിടെ മുറിച്ചിട്ടിരുന്ന മരക്കെട്ടകൾ കയറി തടഞ്ഞതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായിട്ടുള്ളത്. എങ്ങനെ ഇത് നിയന്ത്രിക്കാൻ കഴിയും, അല്ലെങ്കിൽ വലിയൊരു അപകട ഭീഷണി അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ ഫോറസ്റ്റുകാരും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് പോലീസുകാരും KSRTC ഒരുപോലെ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്.